ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം സാറ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ചാപ്റ്ററിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു 5 PYQ ക്വസ്റ്റ്യൻസുമായിട്ടാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾ എംഫസൈസ് ചെയ്ത് കൊടുത്ത് പഠിക്കണം എന്ന് മനസ്സിലാവും. എങ്ങനത്തെ രീതികളിലേക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണേണ്ടി വരും എന്നുള്ളത് കൂടി ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സാർ വെച്ചിട്ടുള്ളത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം ഒരു 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരും എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമയം കളയുന്നില്ല, ഈ ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ എൻ്റെ മക്കൾക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാ പിടിച്ചോളൂ. എന്താ സാധനം എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഹാഡ് നെപ്പോളിയനിക് കോഡ് എക്സ്പോർട്ടഡ് ടു ദ റീജിയൻ under French explain with examples എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞു നോക്കുന്നുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിൽ നെപ്പോളിയനിക് കോഡ് കാണും. എവിടെ അത് കാണാൻ പറ്റുക? ഫ്രഞ്ച് റവല്യൂഷന്റെ ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നെപ്പോളിയനിക് കോഡ് എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ നെപ്പോളിയനിക് കോഡും അതിനുശേഷം പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞില്ല എക്സ്പ്ലെയിൻ വിത്ത് കൂടെ പറഞ്ഞു നോക്കണ്ട. ഈ പറഞ്ഞുള്ള ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് കൂടെ നിങ്ങൾ ഈ പറഞ്ഞ നെപ്പോളിയനിക് കോഡ് എങ്ങനെയാണ് പറഞ്ഞുള്ള റീജിയൻസ് അണ്ടർ ഫ്രഞ്ച് എങ്ങനെയാണ് ഇത് ട്രാവൽ ചെയ്തത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. ഇതിന്റെ ആൻസറും കൂടെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സാറോട് വെച്ചിട്ടുണ്ട്. The Napoleonic Code was drafted by a commission of 4 eminent jurists എന്ന് പറഞ്ഞു. ഏത് 4 eminent ആയിട്ടുള്ള jurists and entered into a force in 1804 എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെപ്പോളിയനിക് കോഡിന് ഒരു പേരും കൂടെ ഉണ്ട്, 1804 കോഡ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള 1804 കോഡ് എന്നതുകൂടി ഇതിനൊരു പേരുണ്ട് കേട്ടോ. ഓക്കെ, 1804 കോഡ് എന്നും കൂടി പേരുണ്ട്. ഓക്കെ, റെഡി. അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് കോഡ് വാസ് എ മേജർ സ്റ്റെപ്പ് ഇൻ റീപ്ലേസിംഗ് ദ പ്രീവിയസ് പാച്ച് വർക്ക് ഓഫ് ഫ്യൂഡൽ ലോസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള അന്ന് അവിടെ ഉണ്ടായിരുന്ന ബേർബൺ കിങ്സ് ആയിക്കോട്ടെ, പ്രഭുക്കന്മാർക്ക് ലോർഡ്സ് ആയിക്കോട്ടെ, അല്ലെ നോബിൾസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്ലേർജീസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള ഫ്യൂഡൽ ലോഡ്സ് ഉണ്ടായിരുന്നു, ഫ്യൂഡൽ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ പറഞ്ഞുള്ള ഫ്യൂഡൽ ആയിട്ടുള്ള ലോസും കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ കംപ്ലീറ്റ്ലി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത് വരുന്നത്, നമ്മുടെ നെപ്പോളിയനിക് കോഡ് നെപ്പോളിയൻ കൊണ്ടുവരുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, റെഡി. അങ്ങനെയാണ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ആസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ ഡോക്യുമെന്റ്സ് ദാറ്റ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ദ ഹോൾ വേൾഡ്. ഈ പറഞ്ഞിട്ടുള്ള ലോകത്തെ മുഴുവനും തന്നെ സ്വാധീനിച്ചിട്ടുള്ള വളരെ ചുരുക്കം ചില എന്താ പറയുക ഒരു ഡോക്യുമെന്റ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിന്നുന്ന പെൻസിൽ എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലേ? യെസ്, അടിപൊളി. അപ്പോൾ ഇത്രയുള്ള മക്കളെ, അങ്ങനെയാണെങ്കിൽ ദ ഫസ്റ്റ് ലീഗൽ കോഡ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് യൂറോപ്യൻ കൺട്രി വിത്ത് സിവിൽ ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ആദ്യമായിട്ട് യൂറോപ്പിൽ ഒരു സിവിൽ ലീഗൽ സിസ്റ്റം, ഒരു നിയമവ്യവസ്ഥിതി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു കോഡാണ് എന്ന് പറയുന്നത് 1804 വന്നിട്ടുള്ള നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങളത് ഓർത്ത് വെക്കണേ. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് however the first modern legal code to be adopted with a pan-European scope and it is strongly influenced the law of many of the countries formed during the after the Napoleonic War. ഈ പറഞ്ഞ നെപ്പോളിയനിക് യുദ്ധത്തിന് ശേഷം അല്ലെ, നെപ്പോളിയൻ എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളെ കീഴടക്കിക്കൊണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാർ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ വിളിക്കും നെപ്പോളിയനിക് വാർസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പറഞ്ഞ നെപ്പോളിയനിക് വാറിന്റെ ഫലമായിട്ട് അതിനുശേഷം അതിനൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ളതും ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ട് അതിന്റെ റീസൺസ് ഒക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുന്നത് നെപ്പോളിയനിക് കോഡിന്റെ ഭാഗമായിട്ടുള്ളത്. നമുക്കറിയാം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവന്നു. ഒക്കെ എന്താണ് ഈ പറഞ്ഞ നെപ്പോളിയനിക് കോഡിന്റെ ഹൈലൈറ്റ്സ് ആണെന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുക. അതുപോലെ തന്നെ പെസൻസിന് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ലാൻഡും കാര്യങ്ങളും കൊടുക്കുക. പക്ഷേ നെഗറ്റീവ് ആസ്പെക്ട്സും കൂടി ഉണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാം നിർബന്ധമായിട്ടും ഫ്രഞ്ച് ആർമിയിലേക്ക് ജോയിൻ ചെയ്യുക, അങ്ങനത്തെ പൊളിറ്റിക്കൽ റൈറ്റ് കംപ്ലീറ്റ്ലി എടുത്തു കളയുക എന്നൊക്കെ ഈ പറഞ്ഞ നെപ്പോളിയനിക് കോഡിന് ഉണ്ടെങ്കിലും നമ്മൾ ഈ കാണുന്ന യൂറോപ്പിൽ ഈ പാൻ യൂറോപ്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ പാൻ യൂറോപ്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ലോ ആണ് അല്ലെങ്കിൽ ഒരു കോഡാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ നെപ്പോളിയനിക് കോഡ് ഓഫ് 1804 എന്ന് പറയുന്നത്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് മക്കളെ ഈ പറഞ്ഞ വാറിന് ശേഷം നെപ്പോളിയനിക് കോഡ് ഇൻഫ്ലുവൻസ്ഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഔട്ട്സൈഡ് യൂറോപ്പ് എസ്പെഷ്യലി ഇൻ ദ മിഡിൽ ഈസ്റ്റ് attempting to the modernize in their countries through legal reforms എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. യൂറോപ്പിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും എന്താണ് ഈ പറഞ്ഞ നെപ്പോളിയനിക് കോഡിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഹൈലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലേക്ക് വരെ എത്തിയിട്ടുണ്ടെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫൈനാൻസിങ് സിസ്റ്റം ഒക്കെ ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? ഈ പറഞ്ഞ നെപ്പോളിയനിക് കോഡിൽ നെപ്പോളിയനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ രാജ്യത്തിലും ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, നമ്മൾ ഇന്ത്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം നമുക്കുണ്ട്. ആ ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ട് നമ്മൾ കാണുന്ന RBI ആണ്, ഒരു സെൻട്രലൈസ്ഡ് ബാങ്ക്
ബാങ്ക് നമുക്കുണ്ട്, അതേപോലത്തെ ബാങ്കിന്റെ സിസ്റ്റം അല്ലേ നമ്മൾ കണ്ട ബാങ്ക് ഓഫ് ഫ്രാൻസ് അങ്ങ് ബാങ്കിൽ ആര് കൊണ്ടുവന്നത്? നെപ്പോളിയൻ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാത്തിനും ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്പിന് വെളിയിൽ ഈ പറഞ്ഞ നെപ്പോളിയനിക് കോഡിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു കാര്യം കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വൈ ഡിഡ് ബിഗ് യൂറോപ്യൻ പവേഴ്സ് മീറ്റ് ഇൻ ബെർലിൻ 1885? 1885 എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ യൂറോപ്യൻ പവേഴ്സ് ഒക്കെ മീറ്റ് ചെയ്തത്? ബെർലിൻ എവിടെയാ? ബെർലിൻ വന്നിട്ട് നമ്മൾ ജർമ്മനിയിലാണെന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, റെഡി. അപ്പോൾ ഈ ജർമ്മനിയിൽ ബെർലിനിൽ 1885 എന്തിനാണ് ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ആയിട്ടുള്ള യൂറോപ്യൻ ശക്തികൾ ഒന്നിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ നിങ്ങൾ ആലോചിക്കുക. അതിന്റെ ആൻസർ സാർ വെച്ചിട്ടുണ്ട്. ദ ബിഗ് യൂറോപ്യൻ പവേഴ്സ് മെറ്റ് ഇൻ ബെർലിൻ 1885 ടു ഡിവൈഡ് ആഫ്രിക്ക. നമ്മൾ തുടക്കം കാണുന്നുണ്ടല്ലേ, ഈ പറഞ്ഞ ആഫ്രിക്കയെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കീറി മുറിച്ചെടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഈ പറഞ്ഞ ബെർലിനിൽ അവർ ഒന്നിച്ചു കൂടിയതിന്റെ ആശയം എന്ന് പറയുന്നത്. Among themselves, they wanted to divide Africa to gain control over the continent's natural resources for the development of their industries. Obviously, നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അല്ലേ. ആഫ്രിക്ക അന്ന് എന്തായിരുന്നു? റിസോഴ്സ്ഫുൾ ആയിരുന്ന ഒരു കൺട്രി ആയിരുന്നു, ഒരു കോണ്ടിനെന്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആഫ്രിക്കയെ കീറി മുറിച്ചിട്ട് ഓരോ പ്രദേശങ്ങളിലും ഓരോ രാജ്യങ്ങൾ എന്ത് ചെയ്യാം, അവരുടെ ഏറ്റെടുക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പവർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 1885 ബിഗ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ് ഒരുമിച്ച് കൂടിയതിന്റെ ബെർലിനിൽ ഒരുമിച്ച് കൂടിയതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ആഫ്രിക്കയെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കീറി മുറിച്ചെടുത്തിട്ട് ഓരോ പ്രദേശത്തെയും എസ്റ്റാബ്ലിഷ് ആക്കുക, ആ പറഞ്ഞിട്ടുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഏരിയാസ് കയ്യേറുക എന്നുള്ളതൊക്കെയായിരുന്നു എന്ത് ഈ പറഞ്ഞുള്ള യൂറോപ്യൻ കൺട്രീസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ സെറ്റ് ആയിട്ട് വർഷം ഓർമ്മിച്ച് വെക്കുക, 1885 എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞുള്ള ഡിസ്ക്രൈബ് എനി 3 കണ്ടീഷൻസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് നേഷൻ സ്റ്റേറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കേണ്ട ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ ബ്രിട്ടീഷ് നേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞുള്ള ഡിസ്ക്രൈബ് എനി 3 കണ്ടീഷൻസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ സാർ അതിന്റെ ആൻസറും കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടിയ ആൻസർ ആണ്, എന്നാൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ പോയിന്റ്സ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ദ കണ്ടീഷൻസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് നേഷൻ സ്റ്റേറ്റ്, ഒന്നാമത്തെ കാര്യം പറയുന്നത് എ, ഒന്നാമത്തെ എന്താണ്? ദ പ്രൈമറി ഐഡന്റിറ്റീസ് ഓഫ് ദ പീപ്പിൾ ഹു ഇൻഹബിറ്റഡ് ദ ബ്രിട്ടീഷ് അയൽസ് വർ എത്നിക് വൺസ്. ഈ പറഞ്ഞ ബ്രിട്ടീഷ് അയൽസിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് ഏരിയാസിലേക്ക് എത്നിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾ നോക്കിയാൽ മക്കളെ ഈ പറഞ്ഞിട്ടുള്ള ഐഡന്റിറ്റീസ് ഓഫ് ദ പീപ്പിൾ ഹു ഇൻഹബിറ്റഡ് ദ ബ്രിട്ടീഷ് അയൽസ് വർ എത്നിക് വൺസ് സച്ച് ആസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, വെൽഷ് സംസാരിക്കുന്നവരുണ്ട്, സ്കോട്ടിഷ് സംസാരിക്കുന്ന ആളുകളുണ്ട്, ഐറിഷ് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് നേഷൻ എന്താവുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ക്രിയേറ്റ് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഓൾ ഓഫ് ദീസ് എത്നിക് ഗ്രൂപ്പ്സ് ഹാഡ് ദെയർ ഓൺ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ട്രഡീഷൻസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, ട്രഡീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനൊക്കെ ഈ പറഞ്ഞ അയർലൻഡുകാർക്ക് ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു കൾച്ചർ ഉണ്ട്. അതുപോലെ തന്നെ സ്കോട്ടിഷ് സംസാരിക്കുന്ന സ്കോട്ട്ലൻഡിലുള്ള ആളുകൾക്ക് ഒരു ട്രഡീഷൻ കണ്ടീഷൻ ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു കണ്ടീഷൻ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രഡീഷനൊക്കെ ഉണ്ട്. സ്വാഭാവികമായി നിങ്ങൾ ആലോചിക്കുക. ബട്ട് ആസ് ദി ഇംഗ്ലീഷ് നേഷൻ സ്റ്റെഡിലി ഗ്രൂ ഇൻ വെൽത്ത് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്ത ഒരു എത്നിക് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളായിരുന്നു പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓവർ ദ അതർ നേഷൻസ് ഓഫ് ദ ഐലൻഡ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ബി കാര്യം, ദ ഇംഗ്ലീഷ് പാർലമെന്റ് വിച്ച് ഹാഡ് സീസ്ഡ് പവർ ഫ്രം ദി മൊണാർക്കി ഇൻ 1688, 1688 പവർ ആരുടെ കയ്യിൽ നിന്ന്? മൊണാർക്കിയുടെ കയ്യിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? കീഴടക്കി ഉണ്ടായെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് എ പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് വാസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ത്രൂ വിച്ച് എ നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് വിത്ത് ദി ഇംഗ്ലണ്ട് ആസ് ഇറ്റ് സെൻറ്റർ. അതായത് ഈ പറഞ്ഞിട്ടൊന്നുമില്ല, മൊണാർക്കിയുടെ കയ്യിൽ നിന്ന് ഇവരെന്താക്കി മാറ്റിയിട്ടുണ്ട്? അധികാരം പിടിച്ചെടുത്ത് ഒരു ട്രീറ്റിയുടെ പ്രകാരമായിട്ട്, ഒരു ഉടമ്പടി പ്രകാരമൊക്കെ ഇവർ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കെയിം ടു ബി ഫോർജ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്. മൂന്നാമത്തെ റീസൺ, ദ ആക്ട് ഓഫ് യൂണിയൻ 1707 പറഞ്ഞ 1707 ഒരു ആക്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലൻഡ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞ സ്കോട്ട്ലൻഡും ഈ പറഞ്ഞ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എത്നിക് ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് വലിയൊരു നേഷനായിട്ട് ഇത് വരികയാണ്. ദ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള നേഷനൊക്കെ ആയിട്ട് ഇത് വരികയാണ്. സ്വാഭാവികമായിട്ട് എത്നിക് ഗ്രൂപ്പ്സിന്റെ ഒരു അമാൽഗമേറ്റഡ് ഫോമിലേക്കൊക്കെ ഈ പറഞ്ഞ ഗ്രേറ്റ് ബ്രിട്ടൻ ആയിട്ട് വരികയാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻഫാക്ട് ദ ഇംഗ്ലണ്ട് വാസ് ഏബിൾ ടു ഇമ്പോസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ സ്കോട്ട്ലൻഡ്. The British Parliament was henceforth dominated by its English members എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞ സ്കോട്ട്ലൻഡിനെ കംപ്ലീറ്റ്ലി ഇവരുടെ അധികാരത്തിൽ കൊണ്ടുവന്നു
അങ്ങനെ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അധികാരം, ഒരു പവർ എമേർജ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഗ്രേറ്റ് ബ്രിട്ടനിൽ. ആരുടെ കീഴിൽ? ഈ പറഞ്ഞ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ കീഴിൽ ഈ പറഞ്ഞിട്ടുള്ള വലിയൊരു ഗ്രേറ്റ് ബ്രിട്ടൻ അണ്ടറിലായിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇതാണ് സംഭവം. ഐഡിയാസ് ഓഫ് നാഷണൽ യൂണിറ്റി ഇൻ ദ ഏർലി 19th century, യൂറോപ്പ് വാസ് ക്ലോസ്ലി അലൈഡ് ടു ദ ഐഡിയോളജി ഓഫ് ലിബറലിസം, സപ്പോർട്ട് ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് ആർഗ്യുമെന്റ്. ഈ പറഞ്ഞ ലിബറലിസം എന്താണെന്നുള്ളതാണ് മേജർ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്താണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതണം മക്കളെ. ഈ പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു ആൻസർ ആണ്. ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഇത്? ലിബറലിസം സ്റ്റുഡ് ഫോർ ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഓൾ ബിഫോർ ദ ലോ. പൊളിറ്റിക്കലി ഇറ്റ് ഈസ് എംഫസൈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗവൺമെന്റ് ബൈ കൺസെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഗവൺമെന്റിന്റെ അധികാരങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് ഒരു ലിബറലിസ്റ്റിക് ഫോം, ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. ഡിറൈവ്ഡ് ഫ്രം ദ ലിബർ മീൻസ് ഫ്രീ. ലിബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എന്നാണ് അർത്ഥം വരുന്നത്. ഷുഡ് ഫോർ ഫ്രീഡം ഫോർ ഓൾ ആൻഡ് ഇക്വിറ്റി ഫോർ ഓൾ ബിഫോർ ദ ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്, തുല്യരാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പൊളിറ്റിക്കലി ഗവൺമെന്റ് ബൈ കോൺസെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് ഗവൺമെന്റിന്റെ കൺസെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സൽ സഫറേജ് അഥവാ ഈ പറഞ്ഞ വോട്ടവകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ടു വോട്ട് ഫോർ ഓൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റുഡ് ഫോർ ദി എൻഡ് ഓഫ് autocracy and clerical privileges and a constitution and representative government through parliament എന്ന് വെച്ചാൽ ഈ ഒരു പാർലമെന്റ് രൂപാന്തരം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും സ്ട്രഗിൾസ് ഫോർ ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് വെച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഈക്വൽ റൈറ്റിന് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായി. സോ ഇറ്റ് ഇസ് സ്ട്രെസ്ഡ് ഓൺ ഇൻവയബിലിറ്റി ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി അഥവാ സ്വകാര്യ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ലിബറലിസം വാദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്രീഡം ഓഫ് മാർക്കറ്റ്സ് ആൻഡ് അബോലിഷൻ ഓഫ് സ്റ്റേറ്റ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി എന്താണ് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് ഈ പറഞ്ഞ ലിബറലിസത്തിനുള്ളത്. ഫ്രീഡം ഓഫ് മാർക്കറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക. ഓക്കെ, കാരണം ഈ പറഞ്ഞ ലിബറലിസം എന്നുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കുക. പറഞ്ഞിട്ടുള്ള ഹാർഡ്ഷിപ്പ് എന്താണ്? ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള എക്കണോമിക് ഹാർഡ്ഷിപ്പ് എന്താണെന്നുള്ളത് സാറോടെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഡിസ്ക്രൈബ് എനി 3 എക്കണോമിക് ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ യൂറോപ്പ് ഇൻ 1930s എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞ 1930കളിൽ യൂറോപ്പ് ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഹാർഡ്ഷിപ്പ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എങ്ങനെ എഴുതാം മക്കളെ? The economic hardship faced by Europe in the 1830s എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ സമയങ്ങളിൽ ഓക്കെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞു വെക്കുന്നത്? ഇവിടെ കൃത്യമായിട്ട് 1930s എന്ന് പറഞ്ഞു വെക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ മക്കളെ ഈ പറഞ്ഞിട്ടുള്ള 1830s എന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക. 1830s അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. There was enormous increase in population of all over Europe എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ യൂറോപ്പിൽ ഓൾ ഓവർ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മൊത്തത്തിൽ യൂറോപ്പിൽ എന്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻ മോസ്റ്റ് കൺട്രീസ് there were more seekers of jobs than employment എന്ന് പറഞ്ഞു നോക്കണ്ടില്ലേ. ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ജോബ് അന്വേഷിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, പക്ഷേ തൊഴിൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കൂടുന്നില്ല എന്ന് ആലോചിച്ച് വെക്കുക. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ ഫ്രം റൂറൽ ഏരിയാസ് മൈഗ്രേറ്റഡ് ടു ദ സിറ്റീസ് ടു ലിവ് ഇൻ ഓവർ ക്രൗഡഡ് സ്ലംസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള നഗരങ്ങളിലേക്കുള്ള ഒരുപാട് ആളുകളുടെ റൂറൽ ഏരിയാസ് എന്നുള്ള മൈഗ്രേഷൻ കുടിയേറ്റം എന്ന് പറയുന്ന എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? ഒരുപാട് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ലംസിലേക്ക് നയിച്ചിട്ടുണ്ട്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പറഞ്ഞ സ്ലംസിലേക്ക്, ഈ പറഞ്ഞ എന്താണ് തെരുവുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ലമ്മുകളിലേക്ക് ആളുകളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ ടൗൺസ് വെയർ ഓഫ്റ്റൻ ഫേസ്ഡ് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഇമ്പോർട്ട്സ് ഓഫ് ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഫ്രം ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ നിന്ന് ചീപ്പായിട്ട് അവൈലബിൾ ആവുന്ന ഒരുപാട് പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ലേ, വസ്തുക്കൾ, കമ്മോഡിറ്റീസ്, അതെന്താണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും, പ്രൊഡ്യൂസേഴ്സ് അല്ലേ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വാല്യൂം കിട്ടാത്തൊരു കണ്ടീഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇവിടെ മെഷീൻ മെയ്ഡ് ഗുഡ്സ് എന്ന് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് വെക്കുക. കാരണം അത് ചീപ്പായിരിക്കും, പൈസയും കുറവായിരിക്കും, അതേപോലെ തന്നെ എന്താണ് ക്വാളിറ്റിയും കൂടുതലുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, അതുപോലെ ഇൻ ദോസ് റീജിയൻസ് ഓഫ് യൂറോപ്പ് വേർ ദി അരിസ്റ്റോക്രസി സ്റ്റിൽ എൻജോയ്ഡ് പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു വരേണ്യ വർഗ്ഗം ഉണ്ടായിരുന്നു, അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പൈസ ഉള്ള ആളുകൾ, ഈ പറഞ്ഞിട്ടുള്ള നല്ല തൊഴിലുള്ള ആളുകൾ, അവരെയൊക്കെ നമ്മൾ അരിസ്റ്റോക്രാറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഈ പറഞ്ഞ പവറൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പെസൻസ് സ്ട്രഗിൾഡ് അണ്ടർ ദി ബേർഡൻ ഓഫ് ഫ്യൂഡൽ ഡ്യൂസ് ഓൺ ഒബ്ലിഗേഷൻസ് പറഞ്ഞു നോക്കേണ്ടി ഈ പറഞ്ഞിട്ടുള്ള സാധാരണ ആയിട്ടുള്ള കർഷകർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറേ
അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ദുരിതത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ ദ റൈസ് ഓഫ് ഫുഡ് പ്രൈസസ് ഓഫ് ഓർ എ ഇയർ ഓഫ് ബാഡ് ഹാർവസ്റ്റ് ലെഡ് ടു ദ വൈഡ് സ്പ്രെഡ് പാപ്പറിസം ടു ടൗൺ ആൻഡ് കൺട്രി എന്ന് പറഞ്ഞു നോക്കേണ്ടി പറഞ്ഞിട്ടുള്ള വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള പാപ്പറിസം ഉണ്ടാവാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്ന ഓഫ് കോഴ്സ് ഇവിടെ നിങ്ങൾ പറഞ്ഞു റൈസ് ഓഫ് ഫുഡ് പ്രൈസസ് എന്ന് പറഞ്ഞു നോക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവും അതേപോലെ തന്നെ ബാഡ് ഹാർവസ്റ്റ് നല്ല വിളവ് കാലം കിട്ടിയില്ലെങ്കിൽ ആ പറഞ്ഞ കർഷകർ എന്താണ് ഒരു മോശം കണ്ടീഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു നോക്കുക മക്കളെ. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്ത് വെക്കാം ഇതിന്റെ വീഡിയോന് താഴെ. ഇൻ ടു വിച്ച് കൺട്രി ഡിഡ് ദ ആർട്ടിസ്റ്റ് ഫ്രെഡറിക് സോറോ ബിലോങ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യുക, ഇതിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ 11 ആൻസറും കൂടെ സാർ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആലോചിക്കേണ്ട, ഇത് നോക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾ നോക്കുക, ടു വിച്ച് കൺട്രി ഡിഡ് ദ ആർട്ടിസ്റ്റ് ഫ്രെഡറിക് സോറോ ബിലോങ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ നോക്കേണ്ട. ഇതിന് മുകളിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന് വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ PYQും കാര്യങ്ങളൊക്കെ ആയിട്ട് സാർ ഓരോ ചാപ്റ്ററിനായിട്ട് എൻ്റെ മക്കളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയാക്കി പഠിക്കാം മക്കളെ. നമുക്കിനി മുന്നിലേക്കുള്ള ടാർഗറ്റാണ് ഫിക്സ് ചെയ്യാനുള്ളത്. ആ ടാർഗറ്റ് നിങ്ങൾ ഓൾറെഡി ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ചാപ്റ്ററായിട്ട് സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. ഹാപ്പി ലേണിംഗ്.